ഇന്ന് രാവിലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ട ദിവസമാട്ടോ. അപ്പോൾ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എളുപ്പപ്പണി വീട്ടമ്മമാർക്ക് നേരം വൈകി എഴുന്നേൽക്കുമ്പോഴും അതുപോലെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവാണല്ലോ. റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് വേഗം തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നത്. അതിനേക്കാൾ എളുപ്പമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാനും ഇന്ന് ആ എളുപ്പപ്പണിയാണ് എടുക്കുന്നത്. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ വേഗം ക്യാരറ്റും ബീൻസും ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉപ്പുമാവ് അങ്ങോട്ട് റെഡിയാക്കിയിട്ടോ. പെട്ടെന്ന് ഉപ്പുമാവായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം തിളച്ചപ്പോൾ പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോയിട്ട് അമ്മയ്ക്ക് സെറ്റും മുണ്ടൊക്കെ എടുത്തു കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് പിന്നെ വേഗം മാഷ് ചായ കൊടുത്തുട്ടോ. ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. അതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് മാറി വന്ന് ചായയൊക്കെ കുടിച്ചു. ഞാനും അമ്മയും കൂടെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേനെ അങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ കൊണ്ടുവന്ന് എത്തി കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരുമ്പോൾ കയറാനല്ലേ ഉള്ളൂ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ മാഷി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഉലാത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് തന്നെ കയറി വന്നിട്ട് ഞാൻ ഡോക്ടറിൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുത്തോ മറന്നോ എന്നൊക്കെ നോക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മുടെ വണ്ടിക്കാരൻ വന്നപ്പോൾ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിവാവാൻ പറ്റും. കാരണം ഞങ്ങളൊരു 10 മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഡോക്ടർ 11 മണിയാകുമ്പോൾ ഡോക്ടർ എത്തും. പിന്നെ ഡോക്ടർ റൗണ്ട്സൊന്നുമില്ല. റൗണ്ട്സിനൊക്കെ നേരത്തെ വന്ന് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയത്ത് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാണിക്കാമല്ലോ. പിന്നെ ബ്ലഡ് ചെക്കപ്പും കാര്യങ്ങളും ബ്ലഡ് ചെക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് വന്നപ്പോൾ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് ബ്ലഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി. ഡോക്ടർ അത് കാണിക്കണം, BP ഒന്ന് ചെക്ക് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞു. അവരെവിടെയോ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ. പഴംപൊരിയാണ്, ഇറ്റി വീഴുന്ന എണ്ണയാണ് കേട്ടോ അതിനകത്ത്. അപ്പോൾ ഞാനൊരു 2-3 ബൈറ്റ് എടുത്തിട്ട് പിന്നെ മാഷിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള ചായയും പഴംപൊരി, അമ്മ ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി. അപ്പോൾ പഴംപൊരിയൊക്കെ അമ്മയ്ക്കും വാങ്ങിച്ച് ഇവിടെ കൊടുന്നു കൊടുത്തു. അമ്മ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ വണ്ടിക്കാരൻ വന്ന വണ്ടിയിൽ കയറി. പിന്നെ വഴിയോരത്ത് വിൽക്കുന്ന പച്ചക്കറി കണ്ടപ്പോൾ നല്ല പച്ചക്കറി കേട്ടോ. കുറച്ച് വെണ്ടയ്ക്കയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ നേരെ വീട്ടിലേക്ക്